ഈശോം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, മക്കളുടെ അനുഗ്രഹത്തിനായി മാതാപിതാക്കൾ ഒരു വർഷക്കാലം രാവിലെയും വൈകുന്നേരവും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ബെൻഡിറ്റ് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. മക്കളുടെ എല്ലാ നിയോഗങ്ങളെയും, മക്കളുടെ വളർച്ചയും, മക്കളുടെ ജീവിതത്തെയും, മക്കളുടെ പ്രതിസന്ധിയെയും, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ മക്കൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പനും അമ്മയും മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ കൃപകൾ, വലിയ വിമോചനം, അനുഗ്രഹം മക്കളുടെ ജീവിതത്തിലേക്ക് നിറയുന്നു. കർത്താവ് മക്കളെ അനുഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളുടെ എല്ലാ പരീക്ഷകളെയും, മക്കളുടെ എല്ലാ ജീവിത വഴികളെയും, രോഗപീഠകളെയും, മക്കളുടെ മാനസിക തലങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് വലിയ വിമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദേശത്തായിരിക്കുന്ന മക്കൾ, ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യുദ്ധത്തിൻ്റെ ഭീതിയിലായിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ മക്കൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, പരീക്ഷ, ജോലി, വിവാഹം തുടങ്ങിയ എല്ലാ മേഖലകളെയും, രോഗികളായ ആശുപത്രിയിലുള്ള മക്കൾ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട്, ഏതൊരു മാനസിക പ്രശ്നമുള്ള മക്കളുണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ കൃപ നിറയട്ടെ. 37-ാം സങ്കീർത്തനം 7-ാം വചനം പറയുന്നു, കർത്താവിന് മുമ്പിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവ്വം അവിടത്തെ കാത്തിരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിന് മുമ്പിൽ കാത്തിരിക്കുവാനും ഓരോ കാര്യങ്ങളിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിജയത്തിനായി, ആ പ്രതിസന്ധിയെ മറികടക്കുവാനായി കർത്താവിന് മുമ്പിൽ കാത്തിരിക്കുന്ന, ക്ഷമയോടുകൂടി പ്രാർത്ഥിക്കുന്ന മക്കളായി തീരുവാൻ, ഈ ഒരു പ്രതിസന്ധിയിൽ വളരെ അസ്വസ്ഥപ്പെടുമ്പോൾ, വളരെ രീതിയിൽ ഭയപ്പെടുമ്പോൾ, പരീക്ഷ വരുമ്പോഴാകട്ടെ, ജീവിത സാഹചര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാകട്ടെ, വിദേശത്തായിരിക്കുന്ന മക്കൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം വിഷമിക്കാതെ ദൈവാശ്രയ ബോധത്തിലേക്ക് കടന്നു വരുവാനും, കർത്താവിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം അറിയുവാനും, മക്കൾ കൃപയോടുകൂടി ജീവിക്കുവാനും, പ്രതിസന്ധിയെ തരണം ചെയ്ത് വിജയം കരസ്ഥമാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങൾ 37:7. കർത്താവിന്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ജീവിത പ്രശ്നങ്ങളിൽ അങ്ങയുടെ മുമ്പിൽ സ്വസ്ഥനായിരിക്കുവാനും അങ്ങിൽ നിന്ന് അനുഗ്രഹം നേടുവാനും അതിനായി ക്ഷമാപൂർവ്വം കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, ജീവിത പ്രതിസന്ധികളെ ഭഗ്നാശരാകാതെ, അതിനെക്കുറിച്ച് പരിതപിക്കാതെ അവിടുത്തെ ആശ്രയം തേടുവാനും പ്രാർത്ഥനയോടുകൂടി സ്വസ്ഥനായിരുന്ന് ഈശോയെ ഈ പ്രതിസന്ധി തരണം ചെയ്തുകൊണ്ട് വിജയം കരസ്ഥമാക്കി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.